This call is now being recorded. നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്കായിരുന്നു പെട്ടത്. ഓക്കെ, നമുക്ക് 3 ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ 3 ഇക്വേഷന് ശേഷം ഇതിനെങ്ങനെ കാൽക്കുലേറ്ററിൻ്റെ അകത്തിട്ട് സോൾവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പറഞ്ഞു എന്താണ് കാരണം? ചില്ലറ കാരണമേ ഉള്ളൂ. ഫസ്റ്റ് ഇക്വേഷൻ്റെ അകത്ത് നമുക്ക് അറിയാത്തത് 2 ആൾക്കാർ, RW RF. രണ്ടാമത്തെ ഇക്വേഷൻ്റെ അകത്ത് നമുക്ക് അറിയാത്തത് RW RFൻ്റെയും കൂടെ ഒരാളും കൂടി ഉണ്ട്, W. അപ്പൊ നമുക്ക് മനസ്സിലായി മൂന്നാമതൊരു ഇക്വേഷൻ കൂടി വേണം, എന്നാലേ 3 അൺനോൺസ് ഉണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ മൂന്നാമതൊരു ഇക്വേഷൻ കൂടി ഉണ്ടാക്കിയപ്പോഴത്തേക്ക് പണി പാടി. എന്തായി? W, ഒരു X, പിന്നെ ഒരു RW കൂടി വന്നത്. അപ്പൊ വേറൊരു ടേം കൂടി വന്നു, മൊത്തം 4 എണ്ണമായി. അപ്പം ഇത് നമ്മളെ കയ്യിൽ ഒതുങ്ങാത്ത കേസാന്ന് അറിഞ്ഞുകൊണ്ട്, കാൽക്കുലേറ്ററിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റാത്ത കേസാന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സിംപ്ലിഫൈ ചെയ്ത് തുടങ്ങണം. അപ്പൊ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ടത് വെച്ചാൽ, ഈ ഇടയിലുള്ള ഈ ഇക്വേഷനെ ഞാനൊന്ന് മാറ്റുന്നുണ്ടേ, നോക്കിൻ്റെ ആവശ്യമില്ല. 1, 2, 3 ആ ഇക്വേഷൻ മാത്രം ഒന്ന് നോക്കുക. ഫസ്റ്റത്തെ ഇക്വേഷനകത്ത് RF ഉണ്ട്, സെക്കൻഡ് ഇക്വേഷനകത്ത് RF ഉണ്ട്, തേർഡ് ഇക്വേഷനകത്ത് RF എന്ന് പറഞ്ഞ സാധനമില്ല. പക്ഷെ എല്ലാത്തിൻ്റെ അകത്ത് കോമൺ ആയിട്ടുള്ളത് ഏതാ? RW ഇവിടെയും RW എല്ലാത്തിലും കോമൺ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത്, ഞാൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ചെയ്തതെന്ന് വെച്ചാൽ എന്താന്ന്, ഈ ഇക്വേഷനെ ഞാനൊന്ന് മാറ്റി എഴുതി. RW = എന്ന് പറഞ്ഞിട്ട് RFന്റെ ടേമിലേക്കാണ് മാറ്റിയത്. അങ്ങനെ 0.3 RF എന്ന് പറഞ്ഞിട്ടായിരുന്നു എഴുതി. എന്നിട്ട് ആ RFന്റെ വാല്യൂ ഇവിടെ കൊടുത്തു. അങ്ങനെ ചെയ്താൽ നമുക്ക് മൂന്നാമത്തെ ഇക്വേഷനിൽ RF എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്താൽ നമ്മൾ ഭയങ്കര ലെങ്തി ആയിട്ട് മുമ്പോട്ടേക്ക് പോകും. അപ്പോൾ നമുക്ക് എല്ലാത്തിനകത്തും കോമൺ ആയിട്ടുള്ള സാധനത്തിനെ വെച്ചിട്ട് വേണം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി. അതായത് ഫസ്റ്റ് ഇക്വേഷനെ ഞാൻ മാറ്റുകയാണെങ്കിൽ, ഇത് ഒരുപാട് പ്രോബ്ലം ചെയ്തിട്ട് ശീലമായി കഴിഞ്ഞാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഈ ഒരു ട്രിക്ക് പിടികിട്ടുള്ളൂ. കാരണം ഞാൻ വരെ ഇപ്പം പെട്ടുപോയി. കഴിഞ്ഞ പ്രോബ്ലം നമ്മളിങ്ങനെ ചെയ്തു തുടങ്ങിയെടുത്ത് ഞാനും ഒന്ന് പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ ലോജിക്ക് ഇതാണ്: ഈ ഇക്വേഷൻ്റെ അകത്ത് RF ഉണ്ട്, ഈ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ്റെ അകത്ത് RF ഉണ്ട്, പക്ഷെ മൂന്നാമത്തെ ഇക്വേഷനിൽ RF ഇല്ല. പകരം 3 ഇക്വേഷൻ്റെ അകത്തും കോമൺ ആയിട്ടുള്ളത് RW ആണ്. അപ്പോൾ നമ്മൾ എഴുതുന്ന സമയത്ത് RF = എന്നുള്ള ഇക്വേഷനിലേക്ക് മാറ്റുക. അപ്പോൾ അതെങ്ങനെ മാറ്റാൻ പറ്റും? ഈ ഇക്വേഷൻ എടുക്കുക, സിമ്പിളാണ്. നമുക്കറിയാം RW = 0.3 RF ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ RF = എന്ത് എഴുതാം? RW / 0.3 എന്ന് എഴുതാം. ഇതാണ് നമ്മൾ ഇക്വേഷൻ 4. ഒരു എക്സ്പ്രഷൻ കിട്ടി നമുക്ക്, ഇക്വേഷൻ 4 എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ധൈര്യമായിട്ട് രണ്ടാമത്തെ ഇക്വേഷൻ്റെ അകത്ത് ഈ RFന്റെ വാല്യൂക്ക് പകരം ഈ വാല്യൂ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ഇക്വേഷൻ 2. ഇക്വേഷൻ 2ൽ ഞാൻ RFന് പകരം എന്താ കൊടുക്കാൻ വേണ്ടി പോകുന്നത്? RW / 0.3 എന്ന് പറഞ്ഞ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകാം. സോ 0.25 RW മൈനസ് 1.6 W പ്ലസ് RFന് പകരം RW / 0.3 ഇട്ട് കൊടുത്തു. പിന്നെ എനിക്ക് എന്നെ സിംപ്ലിഫൈ ചെയ്യാലോ. ഇത് മൊത്തം = ആണ് 0. നമുക്കിവിടെ 0.25 / RW ഉണ്ട്, പ്ലസ് RW / 0.3 ഉണ്ട്. ഇതിനെ നമ്മൾ മാറ്റി എഴുതുന്നതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം? RW ഉള്ള ടേമിനെയൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാം. പ്ലസ് RW / 0.3 മൈനസ് 1.6 W = 0 എന്ന് എഴുതിക്കൂടെ? RW ഉള്ള ടേമിനെയൊക്കെ ഒരുമിച്ച് എഴുതാം. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഒരു വ്യത്യാസമില്ലല്ലോ. നോക്കിയോ, 0.25 RW അത് തന്നെയല്ലേ ഇവിടെയുള്ള 0.25 RW. പിന്നെ പ്ലസ് RW / 0.3 അത് തന്നെ ഇവിടെയുള്ളൂ, പ്ലസ് RW / 0.3. പിന്നെ അവസാനം ബാക്കിയുള്ളത് മൈനസ് 1.6 W ആണ്. മൈനസ് 1.6 W തന്നെ ഇവിടെയുണ്ട്. ഇതിനെ നമ്മൾ എങ്ങനെയാണ് മാറ്റുക? ഏത് മെത്തേഡ് വെച്ചിട്ടാണ് ഇതിനെ കൂട്ടുക?
അത് RW എടുത്ത് ഞാൻ പുറത്തിട്ടേ രണ്ടിനകത്ത് കോമൺ ആയിട്ടുണ്ടല്ലോ. അപ്പം എനിക്കിട്ട് 0.25 പ്ലസ് 1/0.3 എന്ന് കിട്ടും. -1.6W ഈക്വൽ ടു 0. ഇതിനെന്ത് ചെയ്യാം? 0.25 പ്ലസ് 1/0.3 എങ്ങനെയാ കണക്കൂട്ടല് നമ്മള്? പണ്ടത്തെ മാത്തമാറ്റിക്സാ കണക്ക്. RW ഇൻറ്റു ഡിനോമിനേറ്റർ അപ്പുറം ഇപ്പുറം എല്ലാം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു പരിപാടി ഉണ്ടല്ലോ. എന്താണ്? 0.25 LCM ഇൻറ്റു 0.3 എടുക്കുക, ഡിവൈഡ് ബൈ 0.3 കൊടുക്കുക, പ്ലസ് ഇത് ഇവിടെ എന്ത് വരും? 1/0.3 തന്നെ. LCM എടുത്ത് ചെയ്യുന്ന പരിപാടി ഇല്ല. ഇതിപ്പം പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. നോക്കുക 0.3 വെട്ടിക്കഴിഞ്ഞാൽ ഇത് തന്നെ എനിക്ക് കിട്ടുക അല്ലേ? ഞാൻ 0.3 മുകളിലും താഴത്തും മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തതാണ്. ഇനി എനിക്ക് ധൈര്യമായിട്ട് ഇത് കൂട്ടാം. എങ്ങനെയാണ്? -1.6W ഈക്വൽ ടു 0 ആണ്. സോ RW ഇൻറ്റു 0.25 ഇൻറ്റു 0.3 എന്ന് പറയുന്നത് എത്രയാണ്? 0.25 ഇൻറ്റു 0.3 എന്ന് പറയുന്നത് 0.075 ആയിരുന്നു. ഡിവൈഡ് ബൈ 0.3 ഉണ്ട്, പ്ലസ് 1/0.3. 6W ഈക്വൽ ടു 0. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്തുകൊണ്ട് പോകുന്നത്. അത്രക്കൊന്നും ആവശ്യമില്ല. അപ്പം ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഇത് കൂട്ടാൻ പറ്റും. എന്താണ്? നമുക്ക് 1.075 ഡിവൈഡ് ബൈ 0.3 കിട്ടും. 1.6W ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ ഇതിനെന്ത് ചെയ്താം? 1.075 ഡിവൈഡ് ബൈ 0.3 എന്ന് പറയുന്നത് 3.58 ആണ്. അപ്പോൾ 3.583 ഇൻറ്റു RW മൈനസ് 1.6W ഈക്വൽ ടു 0 ഇങ്ങനെ കിട്ടും അല്ലേ? ഇനി ഇതിനെ വേണേ നമുക്ക് എന്നും മാറ്റിയതാ. എന്തേതാ? മാറ്റണം? മാറ്റേണ്ട ആവശ്യമില്ലല്ലോ. വേണേ മാറ്റാം, വേണേ മാറ്റാണ്ടിരിക്കാം. ഏതെങ്കിലും ഒരു ടേമിലേക്ക് മാറ്റിയാൽ മതി. ഇനി നോക്കിക്കോ, നമുക്ക് എവിടെ ഉള്ളത്? രണ്ടാമത്തെ ഇക്വേഷൻ്റെ അകത്തും മൂന്നാമത്തെ ഇക്വേഷൻ്റെ അകത്തും കോമൺ ആയിട്ട് എന്തുണ്ട് നോക്കിക്കോ. മൂന്നാമത്തെ ഇക്വേഷനിൽ ഇപ്പം കണ്ടുപിടിച്ച ഇക്വേഷൻ്റെ അകത്ത് സൂം ഔട്ട് ചെയ്യാം, എന്നിട്ട് പറഞ്ഞുതരാം. രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ മോഡിഫൈ ചെയ്തിട്ടാണ് നമുക്കിപ്പോൾ പുതിയൊരു ഇക്വേഷൻ കിട്ടിയത് 4. ഇനി നമ്മളെ കയ്യിൽ അവശേഷിക്കുന്ന ഈ 2 ഇക്വേഷനുകളാണ്. ഇതിൻ്റെ അകത്തുള്ളത് അറിയാത്ത ടേം നോക്കിക്കോ. W, RW. ഇവിടെ എന്തുണ്ട്? RW, W. ഇനി എക്സ്ട്രാ ഒരാളും കൂടി ഉണ്ട്, X. നമ്മളെ ലക്ഷ്യം X കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനെ ഇനി ഏത് രീതിയിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും? ഏത് രീതിയിൽ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ഇതിനെ കറക്റ്റ് ഉത്തരത്തിലേക്ക് എത്തിക്കാൻ പറ്റും? എന്തെങ്കിലും വഴിയുണ്ടോ? ഒരു വെറൈറ്റി വഴിയുണ്ട്. ആ വെറൈറ്റി വഴി കണ്ട് ഞെട്ടരുതാരും. ഞാൻ ഈ ഇക്വേഷൻ ഒന്ന് മാറ്റിയതാൻ വേണ്ടി പോവാണ്. മൂന്നാമത്തെ ഇക്വേഷനാ W ഇൻറ്റു മൈനസ് 0.4242 X പ്ലസ് 8.8388 ഇതായിരുന്നു എൻ്റെ കയ്യിലുണ്ടായത്. ഇത് ഈക്വൽ ടു എനിക്ക് എന്ത് ചെയ്താൻ പറ്റും? ഈ ഇക്വേഷനെ ഞാൻ മാറ്റിയതാണ്. ഇത് ഈക്വൽ ടു എനിക്ക് എന്താന്ന് പറയാൻ പറ്റും? ഈ പ്ലസ് 22.096 RW ഈക്വൽ ടുവിൻ്റെ അപ്പുറം പോകുമ്പോൾ എന്താവും? മൈനസ് 22.096 RW ആണല്ലോ. അതേ രീതിയിൽ ഞാൻ ഇതിനെയും മാറ്റിയതാൻ വേണ്ടി പോവാണേ. എൻ്റെ ഈ നാലാമത്തെ ഇക്വേഷനെ ഞാനൊന്ന് മാറ്റിയതാൻ വേണ്ടി പോവാണ്. ഞാൻ മൈനസ് 1.6W അവിടെ തന്നെ വെച്ചു. അത് ഈക്വൽ ടു എനിക്ക് എന്ത് ചെയ്താൻ പറ്റും? 3. ഇത് വലത്തോട്ടേക്ക് പോകുമ്പോൾ മൈനസ് 3.583 RW എന്നാവും. ഈ 2 സംഭവം മനസ്സിലായി? എന്താ ചെയ്തത്? W ഉള്ള ടേമിനെ ഞാൻ ഒരു സ്ഥലത്ത് വെച്ചു. പറഞ്ഞു. -8.88 അല്ലേ?
ഇവിടെ അല്ലേ മൈനസ് ആയിരുന്നു. അവിടെ ഒരു എക്സും ഉണ്ടേ. ഓക്കെ, ഞാനത് എഴുതിയെടുത്ത് മാറിപ്പോയതാണേ. ആ, ഈ ഒരു സാധനത്തിന് നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകും. അതേപോലെ തന്നെ നാലാമത്തെ ഇക്വേഷനിൽ ഞാൻ ഇതേപോലെ തന്നെ ആക്കി. ലെഫ്റ്റ് സൈഡിൽ ഡബ്ല്യു വരുന്ന ടേമും റൈറ്റ് സൈഡിൽ RW വരുന്ന ടേമിനെ ആക്കി. ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഞാൻ ചിന്തിച്ചു നോക്കിയേ. ഇതെന്റെ പുതിയ ഇക്വേഷൻ ആണെന്നായിരിക്കും 5, ഇതെന്റെ അടുത്ത ഇക്വേഷൻ 6 ആണെന്ന് വിചാരിക്കും. ഈ 5നെ 6നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അതാണ് എന്റെ പരിപാടി. സംശയം ഉണ്ടെങ്കിൽ നോക്കിക്കോ. 5 ഡിവൈഡഡ് ബൈ 6 എടുത്ത് നോക്കിയേ. അഞ്ചാമത്തെ ഇക്വേഷൻ ഡിവൈഡ് ബൈ ആറാമത്തെ ഇക്വേഷൻ നോക്കാം നമുക്ക്. അഞ്ചാമത്തെ ഇക്വേഷൻ വരുന്നത് W ഇൻറ്റു -0.4242x -8.8388 ഈക്വൽ ടു -22.096 RW എന്നായിരുന്നു വന്നത്. അത് ഡിവൈഡഡ് ബൈ എന്ന് വെച്ചാൽ രണ്ട് ഭാഗത്തും നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഏത് വെച്ചിട്ട്? ഇത് വെച്ചിട്ട്. അതായത് -1.6W ഈക്വൽ ടു ഇത് വരുന്ന അത്ര -3.583 RW. ഇങ്ങനെ ഞാൻ ഡിവൈഡ് ചെയ്തു. 5 എന്ന് പറഞ്ഞ ഇക്വേഷൻ 6 വെച്ചിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തു. ഇതിൻ്റെ അകത്തുനിന്ന് 2-3 സാധനങ്ങളൊക്കെ വെട്ടിപ്പോകുന്നതൊക്കെ കാണാം. W മുകളിലുണ്ട്, W താഴത്തും ഉണ്ട്, വെട്ടിപ്പോയി. RW മുകളിലുണ്ട്, RW താഴത്തും ഉണ്ട്, അതും വെട്ടിപ്പോയി. അവശേഷിക്കുന്ന ആൾക്കാരെ മാത്രം എടുത്ത് എഴുതുകയാണെങ്കിൽ എനിക്ക് എഴുതാൻ പറ്റും -0.4242x -8.8388 ഡിവൈഡഡ് ബൈ -1.6 ഈക്വൽ ടു -22.096 ഡിവൈഡഡ് ബൈ -3.583. ഇതിനെ എനിക്ക് എന്നെ സിംപ്ലിഫൈ ചെയ്യാം. മൈനസും മുകളിലും താഴത്തുള്ളതുകൊണ്ട് അതിനെ നമുക്ക് കളയാം. ഇത് ഡിവൈഡ് ചെയ്താൽ എനിക്ക് കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? 22. ഡിവൈഡ് ചെയ്താൽ എന്താ കിട്ടുക? 22.096 ഡിവൈഡഡ് ബൈ 3.583. എനിക്ക് കിട്ടുന്ന ഉത്തരം റൈറ്റ് സൈഡിൽ 6.166 എന്നാണ് ഉത്തരം കിട്ടിയത്. ലെഫ്റ്റ് സൈഡിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ അതിന് അങ്ങനെ തന്നെ എഴുതാം. 0.4242x -8.8388 ഡിവൈഡഡ് ബൈ -1.6. ഇനി എനിക്ക് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താം, ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അപ്പോൾ -0.4242x -8.8388 ഈക്വൽ ടു 6.166 ഇൻറ്റു -1.6. ഇനി എനിക്ക് എന്നെ സിംപ്ലിഫൈ ചെയ്യാം. അറിയാത്ത സാധനങ്ങളെ മാത്രം ഞാൻ അവിടെ വെക്കുന്നു. -0.4242x എനിക്ക് അറിയാത്തതാണ്. ഈക്വൽ ടു എനിക്ക് എന്ത് ചെയ്താം? 6.166 ഇൻറ്റു -1.6. ഈ -8.8388 വലത്തോട്ടേക്ക് വരുമ്പോൾ പ്ലസ് 8.8388 ആകും. -0.424x ഈക്വൽ ടു ഇതിനെ മൊത്തം മൾട്ടിപ്ലൈയും അഡീഷൻ ഒക്കെ ചെയ്ത് നോക്കാലോ. 6.166 ഇൻറ്റു -6.166 ഇൻറ്റു -1.6 എന്ന് പറയുന്നത് എത്രയാണ്? -9.8656 ആണ്. പ്ലസ് 8.8388 ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇനി എനിക്ക് എന്നെ സിംപ്ലിഫൈ ചെയ്യാം. -8.8388. ഞാനിത് ഇവിടുന്ന് കുത്തുന്ന പറയുന്നതാണേ, കാൽക്കുലേറ്ററിലിട്ട് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുക, അതുകൊണ്ടാണ്. അപ്പൊ -1.0268 എനിക്ക് എവിടെ കിട്ടുക? അപ്പോൾ 0.4242x. അപ്പൊ x ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് കിട്ടും? മൈനസും വെട്ടിപ്പോവും,
അവശേഷിക്കുന്നത് 1.0268 ആയിരുന്നു. അത് ഡിവൈഡഡ് ബൈ ഇപ്പുറത്തെ സാധനം 0.4242 ആൻഡ് എനിക്ക് ഉത്തരം കിട്ടും ഡിവൈഡഡ് ബൈ 1.0268 ഡിവൈഡഡ് ബൈ 0.4242 എന്ന് പറയുമ്പോൾ എനിക്ക് ഉത്തരം കിട്ടും 2.4205. ഇതാണ് എൻ്റെ ദൂരം. ഇത്രയും ദൂരം വരെ അയാൾക്ക് സഞ്ചരിക്കാൻ പറ്റും. സംഭവം കുറച്ച് ലെങ്തിയാണ്. ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി പഠിക്കേണ്ടി വരും. ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾ കൈനെ കൊണ്ട് ചെയ്താലേ നിങ്ങൾക്ക് ഇതിന്റെ ഐഡിയാസ് കിട്ടുള്ളൂ, ഇതെങ്ങനെ ഇക്വേഷൻ സോൾവ് ചെയ്യാന്നുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യനും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ലാഡറിന്റെ ക്വസ്റ്റ്യനും തറവായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നാലും അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ഗ്യാരണ്ടി ഞാൻ തരാം. ബാക്കിയൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഇത്രക്കാരൻ ടഫ് ഉള്ളതൊന്നും ആയിരിക്കില്ല. ഈ രണ്ട് ക്വസ്റ്റ്യൻ ആയിരിക്കും ലാഡറിൻ്റെ അകത്ത് ഭയങ്കര ടഫായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഓക്കെ, ഈ രണ്ട് ക്വസ്റ്റ്യനും ഇരുന്ന് ചെയ്ത് പഠിച്ചോളുക, വേറെ ഒരു വഴിയില്ല. ഇരുന്ന് പഠിച്ചാലേ നമുക്ക് കിട്ടുള്ളൂ. ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും വരുന്നുള്ളത് എക്സാമിന്. ഇത് ഇവിടം വരെ എത്തുന്ന രീതി ഒന്ന് ഇരുന്ന് ചെയ്തു നോക്കുക സ്വന്തമായിട്ട്. ഞാൻ കുറച്ചൊന്ന് സൂം ഔട്ട് ചെയ്ത് കാണിച്ചു തരാം എന്തൊക്കെയാ സംഭവിച്ചെന്നുള്ളത്. എഴുതിയെടുക്കുന്നുണ്ടെങ്കിൽ എഴുതിയെടുത്തോ. 1, 2 എന്ന് പറഞ്ഞ ഇക്വേഷൻ തൊട്ട് നിങ്ങളെ സ്ക്രീന് സൂം ഔട്ടും സൂം ഇന്നും ചെയ്യാൻ പറ്റുക. മൊബൈലിൻ്റെ അകത്തുനിന്ന് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീന് സൂം ഔട്ടും സൂം ഇന്നും ചെയ്യാം. അങ്ങനെ വേണമെങ്കിൽ നോക്കി ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് വെച്ചോ, കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഇക്വേഷൻ സോൾവിങ് ഒക്കെ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. അതുകൊണ്ട് ത്രൂ ഔട്ട് എങ്ങനെ ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക. 5/6 ഇവിടെയാണ് നമ്മൾ മർമ്മപ്രധാനമായിട്ടുള്ള കാര്യം. ഒന്ന് ഇവിടെയും രണ്ടാമത് ഇവിടെയും ഏതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കിയെടുത്തത്. ഇത് നിങ്ങൾ എഴുതിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മൊഡ്യൂളിന്റെ ഇൻട്രൊഡക്ഷൻ തുടങ്ങാം. അടുത്ത മൊഡ്യൂളിൽ ഫോഴ്സസ് ഒന്നുമില്ല. മൂന്നാമത്തെ മൊഡ്യൂള് ഫോഴ്സസ് ഒന്നുമില്ല. നാലാമത്തെ മൊഡ്യൂളിലും ഫോഴ്സസ് ഒന്നുമില്ല. ഫോഴ്സസിന്റെ കഥകളൊക്കെ ഇതോടെ കഴിഞ്ഞു. ഞാൻ ആ ഏറോ മാർക്കെല്ലാം ഇട്ടത് എനിക്ക് കറക്റ്റ് അതേപോലെ തന്നെ ഇടണം കേട്ടോ. ഈച്ച കോപ്പി അടിച്ച് വെക്കണോ, ലാസ്റ്റ് ഇട്ട് ചോദിക്കണം എന്നെ എടുക്കുക, സാറേ ഇതെന്തിനാ ഇടുന്ന ഏറോ മാർക്ക് കിട്ടുകയെന്നൊക്കെ. ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തത് കാണിച്ചെന്നാണ്. ഏത് ഏറോ മാർക്ക്? ഇത് എവിടെ ഒരു ഏറോ മാർക്ക് കാണാം ഇങ്ങനെ പോകുന്നത്. ഞാൻ വെറുതെ ഇട്ടതാണ്. മായ്ച്ചാളെ, അതാ നല്ലത്. എന്തായി?
നിങ്ങൾ സ്വന്തമായിട്ടൊന്നും ചെയ്ത് നോക്കണേ, അല്ലാണ്ടൊന്നും ഇത് ഒരു കാലത്തും കിട്ടാൻ പോയില്ല. ഞാൻ തന്നെ പെട്ട് കിടക്കായിരുന്നു നേരത്തെ ഫസ്റ്റ് ഓവറിൽ, എന്താ പറ്റിയെന്ന് ആലോചിച്ചിട്ട്. അപ്പം ഇരുന്ന് കണ്ടുപിടിച്ചതാണ് ഇതെന്താ ചെയ്യണ്ടേന്നുള്ളത്. കംപ്ലീറ്റ് ആയാ? നമുക്ക് നമ്മളെ മൂന്നാമത്തെ മൊഡ്യൂളിലേക്ക് ചാടിക്കൂടെ? കുറെ കാലമായി മൂന്നാമത്തെ മൊഡ്യൂൾ ഇപ്പം വരുന്നു പറഞ്ഞിട്ട് പറഞ്ഞോണ്ടിരിക്കുന്നു. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോ എടുത്ത് കാണുക, ഞാൻ നിങ്ങളെ അതിൻ്റെ അകത്ത് ഇടുന്നതായിരിക്കും. പറ്റാടെ ഇന്ന് തന്നെ ഇട്ടുതരാം എല്ലാ വീഡിയോസും. അപ്പൊ നമുക്ക് നമ്മളുടെ പുതിയ അധ്യയനത്തിലേക്ക് കിടക്കാം. ആൻഡ് അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി സാധനമാണ്, നിങ്ങൾക്ക് പണ്ടേ അറിയുന്നതാണ്. സെൻട്രോയിഡ്, സെന്റർ ഓഫ് ഗ്രാവിറ്റി, മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഇതൊക്കെ വരുന്നതാണ് നമ്മളുടെ മൊഡ്യൂൾ 3. ഓക്കെ, സെൻട്രോയിഡ് എന്താണെന്നും സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്താണെന്നും മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താണെന്നും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതാണ്. എന്നും കുറെ ടേംസ് ഒക്കെ ഉണ്ടേ, ജസ്റ്റ് ഒരു തുടക്കം പറഞ്ഞതേ ഉള്ളൂ. സെൻട്രോയിഡ്, സെന്റർ ഓഫ് ഗ്രാവിറ്റി, മൊമെന്റ് ഓഫ് ഇനേഷ്യ. സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്താന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ, കേട്ടിട്ടുണ്ടോ? സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞ സാധനം നമ്മൾ ബുക്കെല്ലാം കറക്കുന്ന പരിപാടി. നമ്മള് പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫ്രീ ടൈമിൽ ബുക്കെല്ലാം എടുത്ത് കൈ വെച്ചിട്ട് കറക്കും, വിരലിൽ വെച്ചിട്ട്. ആ ബുക്ക് നിലത്ത് വീഴാത്തതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ബുക്കിനൊരു വെയിറ്റ് ഒക്കെ ഉണ്ടല്ലോ. ആണ് നിങ്ങളുടെ ബുക്ക് എന്ന് വിചാരിക്കും. ബുക്കാണെങ്കിൽ നമ്മൾ ഏകദേശം കറക്റ്റ് സെന്ററിൽ വെച്ചിട്ടാണ് കറക്കുക. നമ്മളെ വിരലിയുടെ ഏകദേശം സെന്റർ വെച്ചിട്ട് നമ്മൾ ബുക്കിനൊരു കറക്കം കൊടുക്കും. എന്നിട്ട് ആ സെന്റർ നമ്മളിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. അഥവാ സെന്ററിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അപ്പോൾ ബുക്ക് നിലത്തും. അറിയില്ലേ? ഈ പരിപാടി ചെയ്തതല്ലേ എല്ലാവരും? ഞാനൊക്കെ ചെയ്യാറുണ്ടായിരുന്നല്ലോ പണ്ടല്ല, ഇപ്പം ചെയ്യാറുണ്ട്. അപ്പൊ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്ന സാധനം ഇത് ഈ ഒരു പോയിന്റിനായിരുന്നു. സെന്റർ ഓഫ് ഗ്രാവിറ്റി നമ്മൾ മാർക്കിയാൽ ജി എന്ന് വെച്ചിട്ടാണ്. ഇതായിരുന്നു സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഗ്രാവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം, മാസ് ഉള്ള അല്ലെങ്കിൽ വെയിറ്റ് ഉള്ള ഒരു ഒബ്ജക്റ്റിന് ഒരു ഉണ്ടാകുന്ന പ്രോപ്പർട്ടി ആണ് ഈ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അതിപ്പോ സർക്കുലർ ഡിസ്ക് ആണെന്ന് വിചാരിക്കും. സർക്കിൾ ആണെങ്കിൽ ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയായിരിക്കും? കറക്റ്റ് സെന്ററിലായിരിക്കും. ഒരു സർക്കുലർ ഡിസ്ക് അറിയില്ലേ? നമ്മളെ പാത്രത്തിന്റെ ഒക്കെ മൂടി നമ്മൾ കറക്കുമല്ലോ, നമ്മൾ പാത്രമൊക്കെ കറക്കില്ലേ? ആ പാത്രത്തിന് ഒരു വെയിറ്റ് ഒക്കെ ഉണ്ട്. ആ വെയിറ്റിന്റെ കറക്റ്റ് സെന്ററിൽ നമ്മൾ പിടിച്ച് ഇങ്ങനെ കറക്കുകയാണെങ്കിൽ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അല്ലെ? എങ്ങോട്ടേക്ക് വേണമെങ്കിൽ കറക്കാം, ഇങ്ങോട്ടേക്കോ എവിടത്തേക്ക് വേണമെങ്കിൽ കറക്കാം. അതിനെയാണ് നമ്മൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ സെൻട്രോയിഡ് എന്തായിരിക്കും? ഇവിടെ ഞാൻ എഴുതി വെച്ച സാധനത്തിന്റെ പേരൊക്കെ വെച്ചിട്ട് സെൻട്രോയിഡ് എന്തായിരിക്കും? ഞാനൊരു 2 വാക്ക് എക്സ്ട്രാ ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുള്ളൂ. ആ 2 വാക്ക് എന്താന്ന് കാണാൻ പറ്റുന്നില്ലേ? ഈ ഒരു സെൻട്രോയിഡ്, സെന്റർ ഓഫ് ഗ്രാവിറ്റി, മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞു. എന്നിട്ട് ആ സെന്റർ ഓഫ് ഗ്രാവിറ്റിനെ പറ്റിയിട്ടായിരുന്നു ഫസ്റ്റ് തന്നെ പറഞ്ഞോണ്ടുന്നത്. ആ സെന്റർ ഓഫ് ഗ്രാവിറ്റിനെ പറ്റി പറഞ്ഞെടുത്ത് ഞാനൊരു 2 വാക്ക് എഴുതി. ആ 2 വാക്കാണ് എന്തോന്ന്? മാസ് അല്ലെങ്കിൽ വെയിറ്റ്. ഇതുള്ള ഒബ്ജക്റ്റിന് മാത്രമേ, മാസ് ഓർ വെയിറ്റ് ഉള്ള ഒബ്ജക്റ്റിന് മാത്രമേ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ട് എന്ന് പറയും. സെൻട്രോയിഡ് എന്ന് പറയുന്നത് അപ്പൊ എന്തില്ലാത്ത സാധനത്തിനായിരിക്കും? അന്നേരത്തെ എന്താണ് ഉണ്ടാവില്ല? മാസ് അല്ലെങ്കിൽ വെയിറ്റ് ഇല്ലാത്ത സാധനത്തിനാണ് നമ്മൾ സെൻട്രോയിഡ് എന്ന് പറയുക. അതായത് സാധാരണ ഒരു പേപ്പർ ആണെന്ന് വിചാരിക്കും. ഒരു റെക്ടാങ്കിൾ ഷേപ്പിലുള്ള പേപ്പർ കഷ്ണം മാസ് ഇല്ലാന്ന് അസ്യൂം ചെയ്യുക, അതിനധികം വെയിറ്റ് ഒന്നും ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ജോമെട്രിക്കൽ ഫിഗറിനാണ് എന്തുണ്ടാവുക? സെൻട്രോയിഡ് എന്ന് പറയുന്നത്. റെക്ടാങ്കിൾ ഷേപ്പിനാണെങ്കിൽ നേരത്തെ കണ്ട പോലെ തന്നെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും? കറക്റ്റ് ഇതിന്റെ സെൻട്രലിൽ തന്നെ ആയിരിക്കും. അതായത് ഇതിന്റെ പ്ലെയിൻ ഏരിയൻ്റെ അകത്തുള്ള മൊത്തം ഏരിയ എവിടെയാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആ സ്ഥലത്തിനെയാണ് നമ്മൾ
സെൻട്രോയിഡ് എന്ന് പറയുന്നത് ഏരിയ ആണ്. മൊത്തം മാസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സ്ഥലത്തിനാണ് നമ്മൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്നും പറയുന്നത്. അപ്പൊ നമുക്ക് രണ്ടിന്റെയും ടേം ഒന്ന് ഞാൻ എഴുതി തരാം. സെൻട്രോയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രോയിഡ് ഒരു ചെറിയൊരു വാക്കാണ്. ചെറിയ വാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മാസ് ഇല്ല എന്നർത്ഥം. അപ്പൊ സെൻട്രോയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സെൻട്രോയിഡ് ഈസ് പോയിന്റ് ഇൻ എ പ്ലെയിൻ. പോയിന്റ് ഇൻ എ പ്ലെയിൻ കാണുന്നില്ല? ഞാൻ ഒരു പോയിന്റ് ആയിട്ടില്ല ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. നോക്കിക്കോ, ഒരു പോയിന്റ് ആയിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. എ പോയിന്റ് ഇൻ എ പ്ലെയിൻ വേർ പ്ലെയിൻ ഏരിയ എന്നുള്ളതോ. എ പോയിന്റ് ഇൻ എ പ്ലെയിൻ ഏരിയ, അവിടെ എന്തായിരിക്കും? വേർ ദ ഏരിയ ഓഫ് ഏരിയ ഈസ് കോൺസെൻട്രേറ്റഡ്. ഏരിയ ഈസ് കോൺസെൻട്രേറ്റഡ്. ഇതിനാണ് നമ്മൾ സെൻട്രോയിഡ് എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൊമെന്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ, മൊമെന്റ് എന്ന് പറഞ്ഞ സാധനമല്ല, അവിടെ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ മൊമെന്റ് അറ്റ് ദാറ്റ് പോയിന്റ് വിൽ ബി ഈക്വൽ ടു 0. അപ്പൊ അതാണ് സെൻട്രോയിഡിനെ പറ്റി പറയുകയാണെങ്കിൽ പറയാനുള്ളത്. സെന്റർ ഓഫ് ഗ്രാവിറ്റി ആണെങ്കിലും അവിടെ എന്തായിരിക്കും? മൊമെന്റ് എന്ന് പറഞ്ഞ സാധനം 0 തന്നെ ആയിരിക്കും. ഒന്നാമത് പോയിന്റ് ഇൻ എ പ്ലെയിൻ, അതായത് ഇപ്പൊ റെക്ടാങ്കുലർ പ്ലെയിൻ ആണെന്ന് വിചാരിക്കും, ഒരു റെക്ടാങ്കുലർ പേപ്പർ ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഏതോ ഒരു പോയിന്റിൽ ഇതിന്റെ ഏരിയ മൊത്തം ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ സ്ഥലത്തിനാണ് നമ്മൾ സെൻട്രോയിഡ് എന്ന് പറയുന്നത്. ഇനിയിപ്പോ സർക്കുലർ ആണെങ്കിൽ അത് ഏരിയ മൊത്തം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം എന്ന് വെച്ചാൽ ഈ ഒരു പോയിന്റ് തന്നെയാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിനെയാണ് സെൻട്രോയിഡ് എന്ന് പറയുന്നത്. ഇനി സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് വെച്ചാൽ എന്താ? സെൻട്രോയിഡ് വേറെ, സെന്റർ ഓഫ് ഗ്രാവിറ്റി വേറെയാണ്. ഇതെന്താണെന്നും ചോദിക്കൊന്നുമില്ല. സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്താണ്? ഇറ്റ്സ് എ പോയിന്റ്. അതും എന്താണ്? ഒരു പോയിന്റ് ആണ്. പോയിന്റ് which the gravitational force, അത് നമ്മളെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടല്ലോ, ഫോഴ്സ് ആക്ട്, അവിടെയാണ് നമ്മളെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുക ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ. കാരണം അതുകൊണ്ടാണ് നമുക്ക് അതിനെ ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റുന്നത്. ആ ബോഡീൻ്റെ അകത്ത് വരുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മൊത്തം നിൽക്കുന്ന ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഉണ്ട്. ആ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഇത് പറയുകയാണെങ്കിൽ നമുക്ക് ആ പറയുന്ന സാധനത്തിന് എന്ത് വേണം? മാസ് അല്ലെങ്കിൽ വെയിറ്റ് ഉണ്ടാവണം. വെയിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റും. അപ്പൊ ഞാൻ കുറച്ച് കോമൺ ആയിട്ടുള്ള ഫിഗേഴ്സിന്റെ നമുക്ക് ആദ്യം തന്നെ പഠിക്കാനുള്ളത് സെൻട്രോയിഡിനെ പറ്റിയിട്ടാണ് പ്രോബ്ലത്തിന്റെ അകത്തൊക്കെ. അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഷേപ്പ് വരും, ആ ഷേപ്പിന്റെ അകത്തുള്ള മൊത്തം ബോഡീന്റെ, ഇപ്പൊ നമുക്ക് റെക്ടാങ്കുലർ ഷേപ്പ് ആണെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് പറയായിരുന്നു റെക്ടാങ്കുലർ ഷേപ്പ് ആണെന്ന് വിചാരിക്കും. റെക്ടാങ്കുലർ ഷേപ്പിന്റെ ഈ വിഡ്ത്ത് എനിക്ക് തന്നിട്ടുണ്ട് ബി ആണെന്ന് വിചാരിക്കും. ഹൈറ്റ് എനിക്ക് തന്നിട്ടുണ്ട് എച്ച് ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണ് ഞാനൊരു എക്സ് ആക്സും വൈ ആക്സും എടുക്കുന്നത് വെറുതെ ചുമ്മാ ഒരു രസത്തിന്. എൻ്റെ വൈ ആക്സിസും എൻ്റെ എക്സ് ആക്സും ആണെന്ന് വിചാരിക്കും. ഈ ഒരു പോയിന്റ് ആണ് ഒറിജിൻ. ഓ, ഇതിന്റെ സെൻട്രോയിഡ് എവിടെയായിരിക്കും ഉണ്ടാവുക? അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് പറയും ഇവിടെ ഉണ്ടാവുക. അപ്പൊ അതിന്റെ ദൂരം എത്രയാന്ന് വെച്ചാൽ നിങ്ങൾ എത്ര പറയും? ഈ ദൂരം എത്രയായിരിക്കും? എക്സിലേക്കുള്ള ദൂരം എത്രയായിരിക്കും? നമുക്ക് തന്നിരിക്കുന്ന ബ്രെഡ്ത്ത് ഡിവൈഡ് ബൈ 2 ആയിരിക്കും അല്ലേ? മൊത്തം ഇവിടെ മാർക്ക് ചെയ്തരാം. ബ്രെഡ്ത്ത് ഡിവൈഡ് ബൈ 2, അതായത് ബ്രെഡ്ത്തിന്റെ നേരെ പകുതിയൊക്കെ ആയിരിക്കും അതിന്റെ ഈ ദൂരം ഉണ്ടാവും. അതേപോലെ തന്നെ വൈ ആക്സിസിൽ മുകളിലേക്കുള്ള ദൂരം എത്രയായിരിക്കും? എനിക്ക് ഹൈറ്റ് തന്നിട്ടുണ്ടല്ലോ, സോ ഇതെത്രയായിരിക്കും ഈ ദൂരം? എച്ച് ഡിവൈഡ് ബൈ 2. അങ്ങനെയുള്ള ഒരു പോയിന്റ് ഞാൻ എടുത്തിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന സ്ഥലമായിരിക്കും എൻ്റെ ഈ ഒരു സാധനത്തിന്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, സെൻട്രോയിഡ് സി എന്ന് പറഞ്ഞു. എനിക്ക് പറയാൻ പറ്റും എന്താണ്? എക്സിന്റെ ദൂരം എത്രയായിരിക്കും? എക്സ് ആക്സിസിൽ കൂടെ പോകുന്ന ദൂരം ബി ബൈ 2, ബ്രെഡ്ത്ത് ഡിവൈഡ് ബൈ 2.
അതേപോലെ തന്നെ വൈ ആക്സിസിൽ കൂടെയുള്ള ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസ് ആണ്. അത് എത്രയായിരിക്കും? h/2. ഇത് രണ്ടും കൂടിയിട്ട് പ്ലോട്ട് ചെയ്യുന്ന സ്ഥലമായിരിക്കും എന്തെന്ന് എൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത്. ഏരിയ എന്താ? ഒരു റെക്ടാങ്കുലർ ഷേപ്പിന്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? ഇത് രണ്ടും അറിഞ്ഞിരിക്കണം, എന്നാലേ നമുക്കിനി ബാക്കി മുന്നോട്ടേക്ക് പോകാൻ പറ്റും. ഒരു റെക്ടാങ്കിൾ ഫിഗർ ഉണ്ട്, അതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ ഏരിയ എത്രയാ പറയാം? ബ്രെഡ്ത്ത് ഇൻറ്റു വി ഇൻറ്റു എച്ച് അല്ലേ? ഇതല്ല അതിന്റെ ഏരിയ. പെരിമീറ്റർ നമുക്ക് ആവശ്യമില്ല, ഏരിയ മാത്രം കണ്ടുപിടിക്കാൻ അറിഞ്ഞാൽ മതി. ഇത്രയും സാധനങ്ങൾ അറിഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു സർക്കിൾ ഉണ്ട് എനിക്ക്, ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കണേ. ഇതിന് വേറെ ഒരു സർക്കിളാണെന്ന് എനിക്ക് തന്നിരിക്കുന്ന ഒരു സർക്കിളാണ്. എക്സ് ആക്സിസും വൈ ആക്സിസും എടുത്തു കഴിഞ്ഞാൽ പറയാൻ പറ്റും, എക്സ് ആക്സിസ് ഇങ്ങനെ പോവും, വൈ ആക്സിസ് ഇങ്ങനെ ആയിരിക്കും പോകുന്നുണ്ടാവും. സർക്കിളിനെ നമ്മൾ എന്ത് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യല്? റേഡിയസ് വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യല് അല്ലേ? ആർ റേഡിയസ്. എല്ലാ ഭാഗത്തും ഒന്ന് തന്നെ ആയിരിക്കും ആർ. എവിടെ എടുത്താലും ദൂരം എന്തായിരിക്കും? ആർ ആർ ആർ. എല്ലാ സ്ഥലത്തും ആർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എക്സ് എത്രയായിരിക്കും? ഈ പോയിന്റ് സി എന്ന് പറഞ്ഞ പോയിന്റാ കിട്ടേണ്ടത്. എക്സ് ആക്സിസിലേക്കുള്ള ദൂരം എത്രയാണ്? എക്സ് ആക്സിസ് എന്നുള്ള റേഡിയസ് ആയിരിക്കുമല്ലോ ആർ. വൈ ദൂരം എത്രയായിരിക്കും? വൈ ആക്സിസിലേക്കുള്ള ദൂരം അതും എന്തായിരിക്കും? ആറ് തന്നെ, റേഡിയസ് തന്നെ. എത്രയാണോ റേഡിയസ് വന്നിട്ടുള്ളത് അത് തന്നെ ആയിരിക്കും. ആ രണ്ട് പോയിന്റും കൂടി കൂട്ടുന്ന സ്ഥലമായിരിക്കും എൻ്റെ എന്തെന്ന് സെൻട്രോയിഡ് എന്ന് പറയുന്നത്. ഏരിയ എന്താ? സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഇല്ലേ സർക്കിളിന്? ഇതൊക്കെ പണ്ട് തൊട്ടേ പഠിച്ച കാര്യങ്ങളാണ്. സർക്കിളിന്റെ ഏരിയ വെച്ചാൽ പൈ ആർ സ്ക്വയർ എന്ന് പറയും. ഇനി ഇൻ കേസ് എനിക്ക് തന്നെ പൈ ആർ സ്ക്വയർ എന്ന് പറയും. ഇനി എനിക്ക് ഡയമീറ്റർ തന്നതെന്ന് വെച്ചോ. ഡയമീറ്റർ തന്നതെന്നായിരിക്കും. ഡയമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ശരിക്കും? ഒരു റേഡിയസ് പ്ലസ് അടുത്ത റേഡിയസ് അല്ലെ? 2r ആണ് ഡയമീറ്റർ എന്ന് പറയുന്നത്, ആണല്ലോ. അങ്ങനെയാണെങ്കിൽ പൈ ആർ സ്ക്വയർ ആണ് ഇതെങ്കിൽ ഡയമീറ്ററിന്റെ കേസിൽ എനിക്ക് എന്തു പറയാം? ഹലോ, ഉറങ്ങിപ്പോയാ എല്ലാവരും? ഇത് വെച്ച് നോക്ക്. ഡയമീറ്റർ എന്ന് വെച്ചാൽ 2r ആണെന്ന് ഞാനിപ്പോ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ r is equal to എന്താ? ഡയമീറ്ററിന്റെ പകുതി ആയിരിക്കുമല്ലോ. അതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്ക്. വിച്ച് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയമീറ്ററിന്റെ പകുതിയാണെന്ന് അറിയാം, d/2 ആണ് അതിന്റെ സ്ക്വയർ. വിച്ച് ഈസ് ഈക്വൽ ടു എനിക്ക് എന്താ പറയാ? പൈ ഇൻറ്റു ഡി സ്ക്വയർ ഡിവൈഡ് ബൈ താഴത്തെ എന്താ അറിയില്ല, 2ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 4. അല്ലെങ്കിൽ ഞാൻ വേറൊരു വാക്ക് പറയുകയാണെങ്കിൽ π/4 d സ്ക്വയർ എന്ന് വേണേൽ പറയാം. ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് നമുക്ക് ഏതാ തരുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഒന്നിക്ക പൈ ആർ സ്ക്വയർ എന്ന് ഡയറക്റ്റ് പറയാം റേഡിയസിന്റെ കേസിലാണെങ്കിൽ. ഡയമീറ്റർ തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം? π/4 d സ്ക്വയർ ആണെന്ന് പറയാം. ഓക്കെ, സർക്കിളും ഇതൊക്കെ സിമ്പിളാണ്. പക്ഷെ അടുത്ത ഒരാൾ വരുന്നുണ്ട്, അയാളും കൂടി വന്നു കഴിഞ്ഞാലാണ് പണി വരാൻ പോകും. അയാളുടെ പേരാണ് എന്തെന്ന്? ഈ ഒരു ഫിഗറിന്റെ പേരാണ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് എവിടെയായിരിക്കും ഉണ്ടാവും? ഞാനൊരു വൃത്തിയായിട്ട ട്രയാങ്കിൾ വരക്കാം. ഈ ട്രയാങ്കിളിനെ കാട്ടിയും വൃത്തിയായിട്ട ഒരു ട്രയാങ്കിൾ വരക്കാം. അതാവുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് പറയാം. വൃത്തിയായിട്ട ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വൃത്തിയായിട്ട അടിപൊളി ട്രയാങ്കിൾ ഇതാ. ഈ ട്രയാങ്കിളിന്റെ ഈ ബേസ് എന്ന് പറയുന്നത്
ബി ആണെന്ന് വിചാരിക്കും. ആ മൊത്തം ദൂരം ബി ആണെന്ന് വിചാരിച്ചു. ഇതെന്തായാലും അന്നേരത്തെ എന്തായിരിക്കും അതിന്റെ ഹൈറ്റ് ആയിരിക്കും എച്ച്. ഇതിന്റെ സെൻട്രോയിഡ് എവിടെ ഉണ്ടാവും നിങ്ങൾക്ക് പറയാൻ പറ്റും? ഏതാണ്ട് ഞാൻ 2-3 കലകളൊക്കെ ഉണ്ടാക്കി തരാം. ആ കല വെച്ചിട്ട് പറഞ്ഞാൽ മതി. ഒരു പോയിന്റ് ഞാൻ റെഡ് കളർ ഇവിടെ ഇട്ടു. ഏതാണ്ട് മതിയാ എനിക്ക്, കറക്റ്റ് ഒന്നും വേണമെന്നില്ല. വേറെ ഒന്ന് ഞാൻ ഇവിടെ ഇട്ടു, വേറെ ഒന്ന് ഞാൻ ഇവിടെ ഇട്ടു, വേറെ ഒന്ന് ഞാൻ ഇവിടെ ഇട്ടു. ഇതിൽ ഏത് കളറായിരിക്കും ഇതിന്റെ സെൻട്രോയിഡ്? ഏത് കളറാവാനാ സാധ്യത സെൻട്രോയിഡ്? ഗ്രീനാ? ഗ്രീൻ അല്ല, ഒരാൾ പറഞ്ഞത് തെറ്റി. ഗ്രീൻ അല്ല. യെസ്, ഇതാണ് യെല്ലോ കളറായിരിക്കും. അതെങ്ങനെയാ സെൻട്രോയിഡ് എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോക്കിയാൽ മതി. ഇവിടെയാണ് ഇതിന്റെ മൊത്തം ഏരിയ ഏകദേശം ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വരുന്ന സ്ഥലം ഏതാണ്ട് ഇവിടെ ആയിരിക്കും. ഒരു ആവറേജ് സ്ഥലം എന്നൊക്കെ പറയില്ല നമ്മള്, ആവറേജ് എന്നൊക്കെ പറയുന്ന ഭാഗം ഏതാണ്ട് അവിടെ ആയിരിക്കും. ഈ ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്തിന്റെ ദൂരം എങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം, ഈ മൊത്തം ബി ആണല്ലോ. ഈ ഒരു ദൂരം എത്രയുണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ സിമ്പിൾ ആണ്. ഈ ദൂരം കുറച്ച് കുറവാണല്ലോ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്. അങ്ങനെയാണെങ്കിൽ അതിനെ b/3, 3-1 ഭാഗത്തായിരിക്കും ഉണ്ടാകുക. അങ്ങനെയാണെങ്കിൽ ബാക്കി ദൂരം എത്രയായിരിക്കും? മൊത്തം ബി ആണ്, ഈ ചെറിയ ദൂരം b/3 ആണ്. അങ്ങനെയെങ്കിൽ ഇപ്പുറത്ത് ഇങ്ങോട്ടേക്കുള്ള ദൂരം എത്രയായിരിക്കും? മൊത്തം ദൂരം ബി മൈനസ് ഈ കാണുന്ന b/3 ആയിരിക്കൂലേ. ഇതിനെങ്ങനെ ചെയ്യാം? b - b/3 എന്താ ചെയ്യാ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 3b/3 - b/3. ഇങ്ങനെ ചെയ്താൽ തെറ്റുണ്ടാ? 3 3 അങ്ങ് വെട്ടിപ്പോവും. b - b/3 എഴുതിയ പോലെ തന്നെ ആവും. നമ്മളെ LCM എടുക്കുന്ന പരിപാടി. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്താ? ഇറ്റ് ഇംപ്ലൈസ് 3b - b കോമൺ ആണ്. 3b - b, കാരണം ഡിനോമിനേറ്റർ എന്താന്ന് 3 തന്നെയാണ്. സോ എനിക്ക് എന്ത് കിട്ടും? 3b - 1b എന്ന് വെച്ച് കഴിഞ്ഞാൽ 2b/3 ആണ്. സോ ഈ ദൂരം എത്രയായിരിക്കും? 2b/3 ആയിരിക്കും. അപ്പൊ ഏതും മനസ്സിലാക്കി എടുക്കുക. ഇനി ഇതേ സാധനം ഇപ്പുറം എടുക്കുകയാണെങ്കിൽ ഈ ദൂരം എത്രയായിരിക്കും എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൊത്തം ദൂരം h ആണ്. ഈ ദൂരം എത്രയായിരിക്കും? h-ന്റെ കാവ് ഭാഗം അല്ല, 3h/3, 3-1 ഭാഗമായിരിക്കും ഈ ദൂരം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബാക്കി ദൂരം എത്രയായിരിക്കും? അപ്പൊ പറഞ്ഞ പോലെ തന്നെ 2h/3 ആയിരിക്കും. ഇതായിരിക്കും നമ്മളുടെ സെൻട്രോയിഡ് നോക്കാനുള്ള സ്ഥലം. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും അളന്ന് നോക്കാം. ഞാൻ ഡയമെൻഷൻ ഒക്കെ വെച്ചിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഈ ക്ലാസ്സിൽ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തന്നതേ ഉള്ളൂ. സ്ക്വയറും സർക്കിളും ആണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കായിരുന്നു, കറക്റ്റ് സെന്ററിലാണ് ഉണ്ടാവുക എന്ന് പറയായിരുന്നു. പക്ഷെ ട്രയാങ്കിൾ വരുമ്പോഴത്തേക്ക് ആള് മാറും. എന്നും ഉണ്ട്, പുതിയ പുതിയ ആൾക്കാരെല്ലാം വരാൻ പോകുന്നുണ്ട്, കിടക്കുന്നത്ര. നമുക്ക് കടയിലെത്താം, അടുത്ത ക്ലാസ്സിൽ നോക്കാം അത്. നമുക്കൊന്ന് അറ്റൻഡൻസ് എടുക്കാനുണ്ട്.